നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ കേബിൾ TV വ്യവസായത്തിലും ഉണ്ടാകുന്നത് പ്രതീക്ഷയുടെ അടയാളമാണെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. COA കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭം CKM അസോസിയേറ്റ്സിന്റെ ഉദ്ഘാടനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് നിർവഹിച്ചു. കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അന്തിക്കാട് ആൽ കോൾ റോഡിന് കിഴക്ക് പൂക്കാട്ട് രാജൻ മകൻ 23 വയസ്സുള്ള കുഞ്ഞൻ എന്ന അശ്വിൻ, മണലൂർ പാലാഴി തയ്യിൽ ഷാജുവിന്റെ മകൻ 20 വയസ്സുള്ള വിഷ്ണു എന്നിവരാണ് മരിച്ചത്. AL ശ്രീ കാർത്തിയനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവം ഏപ്രിൽ 13 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. 19-ന് പൂരാഘോഷം, കൂട്ടിയെഴുന്നള്ളിപ്പിൽ 26 ഗജവീരന്മാർ അണിനിരക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശദമായ വാർത്തയിലേക്ക്. കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ കേബിൾ TV വ്യവസായത്തിലും ഉണ്ടാകുന്നത് പ്രതീക്ഷയുടെ അടയാളമാണെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. COA കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭം CKM അസോസിയേറ്റ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേബിൾ TV മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾ മുൻകാലത്തിനോട് വ്യത്യസ്തമാണ്. അതിനനുസരിച്ച പ്രവർത്തന രീതികളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. സാങ്കേതിക മുന്നേറ്റങ്ങളും പുതിയ സാധ്യതകളും ഉൾക്കൊണ്ട് ബുദ്ധിപരമായ സമീപനം സ്വീകരിച്ചാൽ മാത്രമേ ഈ മേഖലയ്ക്ക് ഭാവിയുണ്ടാകൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുതിയ ആശയങ്ങളെയും നവീകരണങ്ങളെയും സ്വീകരിക്കുന്നിടത്താണ് വളർച്ചയുടെ തുടക്കം ഉണ്ടാകുന്നതെന്നും ഈ സംരംഭം അതിന്റെ മികച്ച ഉദാഹരണമാണെന്നും പ്രവീൺ മോഹൻ കൂട്ടിച്ചേർത്തു. ഇന്നലകളിലെ കേബിൾ TV അല്ല, ഇന്നലകളിലെ കേബിൾ TVയുടെ സാധ്യതയും സാഹചര്യവുമല്ല നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായ ഒരു ബോധ്യമുണ്ടാവും. ഏതൊരു ബിസിനസ്സിലും അത് ലോകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ലോകത്ത് എല്ലാ മേഖലയിലും എല്ലാ ബിസിനസ് രംഗങ്ങളിലും കൈച്ചർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. പെർമനന്റ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിലും ബിസിനസ്സിലുമില്ല. ചുറ്റുമുള്ള സാധ്യതകളെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ നയിക്കുന്നിടത്ത് നിങ്ങളുടെ തുടക്കം ആരംഭിക്കും. ഒട്ടനവധി മറ്റ് ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളില്ലാതെ ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടിത്തുടങ്ങിയ അന്നു മുതൽ നമ്മൾ അലസന്മാരുമായി. കുന്നംകുളം CCTV ടവറിൽ നടന്ന ചടങ്ങിൽ കേബിൾ ഓപ്പറേറ്റർ MK പ്രദീപിന്റെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. CKM അസോസിയേറ്റ്സ് മാനേജിംഗ് പാർട്ണർ എബ്രഹാം ലിങ്കൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നംകുളം COA മേഖലാ ട്രഷറർ ബാബു പോൾട്ടി പ്രോജക്ട് അവതരണം നടത്തി. KCCL ഡയറക്ടർ KV രാജൻ ലോഗോ പ്രകാശനവും COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. CKM അസോസിയേറ്റ്സിന്റെ ആദ്യ പ്രൊജക്ടായ ഹോം സ്റ്റേയുടെ ഉദ്ഘാടനം മുഖ്യാതിഥിയും COA സംസ്ഥാന മുൻ ട്രഷററുമായ TV ജോൺസൺ നിർവഹിച്ചു. ചടങ്ങിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA ജില്ലാ സെക്രട്ടറി CG ജോസ് എന്നിവരെ COA മേഖലാ സെക്രട്ടറി K മണികണ്ഠൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ്, COA ജില്ലാ സെക്രട്ടറി CG ജോസ്, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, സിഡ്കോ ഡയറക്ടർ PM നാസർ, COA ജില്ലാ എക്സിക്യൂട്ടീവ് സന്തോഷ് ജോസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. CKM അസോസിയേറ്റ്സ് പാർട്ണർമാരായ KV അബ്ദുൾ അസീസ് സ്വാഗതവും KA അജീഷ് നന്ദിയും പറഞ്ഞു. കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അന്തിക്കാട് ആൽ കോൾ റോഡിന് കിഴക്ക് പൂക്കാട്ട് രാജൻ മകൻ 23 വയസ്സുള്ള കുഞ്ഞൻ എന്ന അശ്വിൻ, മണലൂർ പാലാഴി തയ്യിൽ ഷാജുവിന്റെ മകൻ 20 വയസ്സുള്ള വിഷ്ണു എന്നിവരാണ് മരിച്ചത്. സംസ്ഥാനപാത കാഞ്ഞാണി കാരമുക്കിൽ മാങ്ങാട്ടുകര റോഡിന് സമീപം തിങ്കളാഴ്ച രാത്രി 10:30-യോടെയാണ് അപകടമുണ്ടായത്. വാടാനപ്പള്ളി ഭാഗത്തു നിന്നും വന്ന യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയും പിന്നീട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയുമായിരുന്നു. ഉടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
വയലത്തൂർ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ കുര്യാക്കോസ് സഹദായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ തോമസ് ലീഹായുടെയും വിശുദ്ധ അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാളാഘോഷം ഭക്തി നിർഭരമായി. തിരുനാളിന്റെ ഭാഗമായി കാഴ്ച സമർപ്പണം, ലതീഞ്ഞ്, നോവേന, വിശുദ്ധ കുർബാന, നേർച്ച വിതരണം എന്നിവ ഉണ്ടായി. ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. 5 മണിക്ക് നടന്ന പ്രസുതേന്തി വാഴ്ചയ്ക്ക് കൈപ്പറമ്പ് ദേവാലയം നടത്തുവികാരി ഫാദർ ഡേവിസ് ചിറമൽ നേതൃത്വം നൽകി. ദീപാലങ്കാര സ്വിച്ച് ഓൺ ഫാദർ ഡേവിസ് ചിറമൽ, വടക്കേക്കാട് SHO ജസ്റ്റിൻ PP എന്നിവർ ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് പാലക്കാട് RR മീഡിയ ഒരുക്കുന്ന ഗാനമേളയും ഉണ്ടായി. തിങ്കളാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വെച്ചു. വൈകിട്ട് 6 മണിക്ക് വിവിധ കപ്പേളകളിൽ ലതീഞ്ഞ്, 11 മണിക്ക് അമ്പ വള സമാപനം, രാത്രി 11:15 മെഗാ ബാൻഡ് സംഗമം എന്നിവ ഉണ്ടായി. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ചെമ്മണ്ണൂർ പള്ളിവികാരി ഫാദർ ഗ്ലാഡിൻ വട്ടക്കുഴി, കാക്കശ്ശേരി പള്ളിവികാരി ഫാദർ തോമസ് ഊക്കൻ, അഞ്ഞൂർ ദിവ്യദർശൻ വികാരി ഫാദർ ജോസഫ് താഴത്തേതിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് CMI പാലക്കാട് ഇടവക വൈദികൻ ഫാദർ അനിൽ തലക്കോട്ടൂർ കാർമ്മികനായി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നടന്നു. 15 ബുധനാഴ്ച രാവിലെ മരിച്ചവർക്കു വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും ഒപ്പീസ് എന്നിവ നടത്തും. രാത്രി 7 മണിക്ക് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഒറ്റ എന്ന നാടകവും അരങ്ങേറും. വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ജനറൽ കൺവീനർ TC ഡെന്നി, ജോയിന്റ് കൺവീനർ CK ജെയിംസ്, ട്രസ്റ്റിമാരായ CC ജോസ്, IT വിൻസെന്റ്, ബിജു തോമസ്, സെക്രട്ടറി ജോസ് വടക്കൻ, പബ്ലിസിറ്റി കൺവീനർ ബിജു തോമസ് സാഗര എന്നിവർ നേതൃത്വം നൽകി. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 88ാം തിരുനാളിന്റെ ഭാഗമായി നടക്കുന്ന മരിയൻ ബൈബിൾ കൺവെൻഷന് തുടക്കമായി. പോട്ട ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കർത്താനം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ, ബൈബിൾ കൺവെൻഷൻ കൺവീനർ ജോൺസൺ കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ വൈകിട്ട് 5 മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം ആരംഭിക്കുന്ന ബൈബിൾ കൺവെൻഷൻ 9:30 വരെ ഉണ്ടായിരിക്കും. പോട്ട ആശ്രമത്തിലെ ഫാദർ ആന്റണി പയ്യപ്പള്ളി നയിക്കുന്ന സംഘമാണ് ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. ബൈബിൾ കൺവെൻഷന് ശേഷം സമീപ ഇടവകകളിലേക്ക് വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു ദൈവശക്തി എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ വെളിപ്പെടട്ടെ. ഒരു പക്ഷേ ചില രോഗപീഠകൾ വർഷങ്ങളായി നിന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ഈ നാളുകളിൽ നീ തിരിച്ചറിഞ്ഞ ചില രോഗപീഠകൾ നീ വിഷമിക്കുന്നുണ്ടാവും. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നുണ്ടാവും. എന്നാൽ നീ വിശ്വസിക്കുക, ഇതാ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ ഇവിടെ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം നിന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ പരിശുദ്ധാത്മാവ് ഇടപെടും. ആപൽഘട്ടങ്ങളിൽ നാടിന്റെ രക്ഷകനായി ഓടിയെത്തുന്ന സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരിന് കോട്ടപ്പടി ചേമ്പാലക്കുളം റെസിഡൻസ് അസോസിയേഷന്റെ ആദരം. മേഖലയിലെ അപകട സമയങ്ങളിൽ നടത്തുന്ന സജീവമായ ഇടപെടലുകളും അപകടകാരികളായ വന്യമൃഗങ്ങളെയും പാമ്പുകളെയും പിടികൂടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലുമുള്ള പ്രബീഷിന്റെ നിസ്തൂല സേവനം പരിഗണിച്ചാണ് ആദരം നൽകിയത്. SNDP യോഗം യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ പ്രബീഷിനെ പൊന്നാടണിയിച്ചു. റിട്ടയർഡ് DYSP KB സുരേഷ് ഉപഹാരം നൽകി. അബാക്കസ് സംസ്ഥാനതലത്തിൽ മിന്നുന്ന വിജയം കൈവരിച്ച ഹലീന ഹർവിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. പ്രസിഡന്റ് ജോർജ് കുണ്ടുകുളങ്ങര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കാർത്തികേയൻ പുത്തൻപുരയിൽ, ട്രഷറർ ഡേവിസ് ചീരൻ, തോംസൺ വാഴപ്പിള്ളി, മണി കോട്ടപ്പടി തുടങ്ങിയവർ സംസാരിച്ചു. എയ്യാൽ ശ്രീ കാർത്തിനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവം ഏപ്രിൽ 13 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 13 ശുദ്ധിയോടുകൂടി ആരംഭിക്കുന്ന ആറാട്ട് ചടങ്ങുകളുടെ ഭാഗമായി 14 തീയതി വൈകിട്ട് കൊടിയേറ്റം നടക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിക്കും. കൊടിയേറ്റത്തോടനുബന്ധിച്ച് രാത്രി 8:30 മുതൽ ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ടുണ്ടായിരിക്കും. കൊടിയേറ്റം മുതൽ ആറാട്ട് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ നട തുറക്കലിന് ശേഷം നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ട് കുളക്കടവിൽ പൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നീ ചടങ്ങുകൾ നടക്കും. രാവിലെ 11:30 ഉത്സവക്കഞ്ഞി വിതരണമുണ്ടാകും. വൈകിട്ട് 6:30 വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉത്സവത്തിന്റെ 6ാം ദിനമായ ഏപ്രിൽ 19 ഞായറാഴ്ച വലിയ ആറാട്ടിനോടനുബന്ധിച്ച് രാവിലെ 5:30 നട തുറക്കലും തുടർന്ന് വിശേഷാൽ പൂജകളും നടക്കും. ഭഗവതിയെ ആറാട്ട് കുളക്കടവിലെ പൂജയ്ക്ക് ശേഷം
കൊമ്പൻ പുതുപ്പള്ളി കേശവന്റെ പുറത്തേറി തിരിച്ചെഴുന്നള്ളിക്കും. കലാമണ്ഡലം കുട്ടിനാരായണനും സംഘവും അണിനിരക്കുന്ന പഞ്ചവാദ്യം അകമ്പടിയാകും. തിരിച്ചെഴുന്നള്ളുന്ന ഭഗവതിയെ കൊടിമരച്ചുവട്ടിൽ പറവെച്ച് സ്വീകരിക്കും. തുടർന്ന് കൊടിയിറക്കം നടക്കും. 25 കലശം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി, ബ്രാഹ്മണിപ്പാട്ട് എന്നീ ചടങ്ങുകളും നടക്കും. ഉച്ചയ്ക്ക് 3-ന് പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. പഞ്ചവാദ്യം അകമ്പടിയേകുന്ന എഴുന്നള്ളിപ്പുകൾ 5:50 മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. തുടർന്ന് 8 മണിക്ക് വാദ്യകുലപതി വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കുന്ന പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. 26 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ഏപ്രിൽ 20-ന് പുലർച്ചെ പൂരാവർത്തനത്തിന് ശേഷം രാവിലെ 8:30 മുതൽ വടക്കേ നടക്കൽ, മധുവേല, 18-ാം വാതിൽ കർമ്മം, ദണ്ഡുപറി തുടങ്ങിയ ചടങ്ങുകളോടെ ആറാട്ട് മഹോത്സവത്തിന് സമാപനമാകും. വിഷു പടിവാതിൽക്കൽ എത്തി നിൽക്കെ പടക്ക വിപണി സജീവമായി. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും പടക്ക വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ളത് പുതുമയാർന്ന ചൈനീസ് വെറൈറ്റികൾക്ക് തന്നെയാണ്. ശബ്ദത്തേക്കാൾ വർണ്ണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇത്തരം പടക്കങ്ങളോടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയം. ഉഗ്രശബ്ദത്തിൽ പൊട്ടുന്ന പടക്കങ്ങളെക്കാൾ കാഴ്ചയുടെ വസന്തം തീർക്കുന്ന ഫാൻസി പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയെന്ന് ചാലുശ്ശേരി പടക്കക്കട ഉടമ പ്രജിത്ത് പി ചീരൻ പറഞ്ഞു. ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന വിവിധതരം സ്കൈ ഷോട്ടുകളാണ് വിപണിയിലെ പ്രധാന ആകർഷണം. ഒരൊറ്റ തിരിയിൽ നിന്നും പല വർണ്ണങ്ങളിൽ ആകാശത്ത് വിരിയുന്ന മൾട്ടി ഷോട്ടുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. നിലത്തു നിന്നും കറങ്ങി മുകളിലേക്ക് പോകുന്ന ഹെലികോപ്റ്ററുകൾ, സംഗീതത്തിനൊപ്പം വർണ്ണം വിതറുന്ന മാജിക് ഫ്ലവേഴ്സ്, ഡ്രോണുകൾ, മാജിക് ബട്ടർഫ്ലൈ തുടങ്ങി വ്യത്യസ്തമായ പേരുകളിലും രൂപങ്ങളിലുമുള്ള ഫാൻസി പടക്കങ്ങൾ കുട്ടികളെ വലിയ രീതിയിൽ ആകർഷിക്കുന്നുണ്ട്. പരമ്പരാഗത പടക്കങ്ങളായ കമ്പിത്തിരി, മത്താപ്പ്, പൂത്തിരി, നിലച്ചക്രം, ഓലപ്പടക്കം എന്നിവയും വിപണിയിൽ സജീവമാണെങ്കിലും പുതുതലമുറയുടെ കണ്ണുടക്കുന്നത് ഈ വെറൈറ്റികളിലാണ്. തമിഴ്നാട്ടിലെ ശിവകാശിയിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് പ്രധാനമായും പടക്കങ്ങൾ എത്തുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പടക്കങ്ങൾക്ക് നേരിയ വിലവർധനവുണ്ടായെങ്കിലും പടക്കങ്ങളും പൂത്തിരികളും വാങ്ങി വിഷുവിനെ വർണ്ണശബളമാക്കി വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാടും നഗരവും. വിഷുദിനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. ഭരണഘടന വിഭാവനം ചെയ്ത BR അംബേദ്കർ ഇന്ത്യയുടെ സൂര്യ തേജസ്സാണെന്ന് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ജയശങ്കർ പറഞ്ഞു. ദളിത് കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അംബേദ്കർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് PB സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വാസു കോട്ടൽ മുഖ്യപ്രഭാഷണം നടത്തി. വാസു കാഞ്ഞിരത്തിങ്കൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MP രാജൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, സുനിൽ അരുവായി, NM റഫീഖ്, സോണി സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ BLOമാരെ കയ്യേറ്റം ചെയ്ത പോലീസ് നടപടിക്കെതിരെ പുന്നിയൂർ BLO കൂട്ടായ്മ പ്രതിഷേധം രേഖപ്പെടുത്തി. പെരിന്തൽമണ്ണയിലെ BLOമാരായ P അനൂപ്, നവാസ്, കൊല്ലം ജില്ലയിലെ ഓച്ചിറ പഞ്ചായത്തിലെ BLOമാരായ അങ്കണവാടി ടീച്ചർമാർ എന്നിവർ നേരിട്ട മർദ്ദനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പുന്നിയൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ സുധീർ, TK അനീസ് എന്നിവർ സംസാരിച്ചു. സീന, ബുഷറ എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. എല്ലാ BLOമാരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ SIR തുടങ്ങി എല്ലാ ഇലക്ഷൻ്റെ കഴിഞ്ഞ 4 മാസമായി പലരും ഊണും ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് സ്വന്തം കുടുംബത്തിലെ പല കാര്യങ്ങളും ഉപേക്ഷിച്ച് ഇലക്ഷൻ സംബന്ധമായ ഡ്യൂട്ടി ചെയ്ത ആൾക്കാരാണ് നമ്മൾ. അത് നമ്മൾ വൃത്തിയായി ചെയ്തിരുന്നിപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പല അന്നത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് SIR വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഉയർന്ന പോളിംഗ് ശതമാനം സംസ്ഥാനത്തുള്ളതെന്ന് അന്ന് സുപ്രീം കോടതിയിൽ പോയ ആൾക്കാർ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അത് സംബന്ധിച്ചതാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തനം ചെറുതല്ല എന്ന് നമുക്ക് അറിയാം, പക്ഷേ എല്ലാവരും അംഗീകരിച്ചാണ്. അപ്പോൾ അത്തരം എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെടുന്ന BLOമാർക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും വളരെ അധികാരമൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ഇത്തരം മണ്ണിൽ പൊന്നുവിളയിച്ച് നാരായണനും സുരേഷും. ചങ്ങരംകുളം ചിയാനൂർ കൈപ്രവളപ്പിൽ നാരായണനും മടത്തിൽ വളപ്പിൽ സുരേഷുമാണ് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് 20 വർഷമായി തുടർച്ചയായി പച്ചക്കറി കൃഷി ചെയ്തു വരുന്നത്. വിഷുവിപണി ലക്ഷ്യമിട്ട് ഈ സീസണിൽ 2 ഏക്കർ സ്ഥലത്താണ് വെള്ളരി കൃഷി നടത്തിയത്. ഇതിൽ നിന്നും 5000 കിലോയിലധികം കണിവെള്ളരിയാണ് നാരായണനും സുരേഷും ചേർന്ന് വിൽപ്പന നടത്തിയത്. വെള്ളരിക്കു പുറമെ പടവലം, പയർ, ചീര, മത്തൻ, കുമ്പളം, തണ്ണിമത്തൻ തുടങ്ങി വിവിധതരം പച്ചക്കറികളും ഏകദേശം 2 ഏക്കർ സ്ഥലത്തായി ഇവർ കൃഷി ചെയ്യുന്നുണ്ട്.
വിഷുവിനോടനുബന്ധിച്ച് നടന്ന കണിവെള്ളരിയുടെ വിളവെടുപ്പിന് ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ ഷെമീന മുഹമ്മദ്, വിപിൻ ചിയാനൂർ എന്നിവർ ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇനി വരും വർഷങ്ങളും ഇതിലും മികച്ച രീതിയിലുള്ള പലതരം പച്ചക്കറികൾ കൃഷിയുമായിട്ട് വിളവെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരൻ്റെ പാപ്പനായ നാരായണ പാപ്പന് ഇനിയും മികച്ച രീതിയിലുള്ള പച്ചക്കറി കൃഷി നടത്താൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി നിർത്തുന്നു. സുഹൃത്തുക്കളും സഹായികളുമായ ഹരിദാസൻ, ഉണ്ണികൃഷ്ണൻ, വേലായുധൻ, കുട്ടാപ്പി തുടങ്ങിയവരും സദാസമയവും ഇവർക്കൊപ്പമുണ്ട്. ഓരോ വർഷവും വിളവെടുപ്പ് സീസണാകുന്നതോടെ ഉത്സവ ലഹരിയോടെ നടത്തുന്ന വിളവെടുപ്പിന് ഇരുവരുടെയും കുടുംബങ്ങളും പ്രദേശവാസികളും പങ്കുചേരുന്നതും പതിവാണ്. ഇങ്ങനെ ഒരു വിളവെടുപ്പിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടില് ഒരുപാട് വർഷങ്ങളായി ഈ ഒരു കൃഷിയുടെ സംരംഭം തുടങ്ങിയിട്ട്. അപ്പൊ അതിൽ ഇത്രയും 100 മേനി വിളഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പൊ ഇനിയും അങ്ങോട്ടും ഈ കൃഷിയെടുപ്പിൽ 100 മേനി വിളയാനും അതിൽ നമുക്കെല്ലാം പങ്കാളികളാവാനും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കുന്നംകുളം നഗരസഭ 26-ാം വാർഡിൽ ചീരംകുളം അങ്കണവാടിയുടെ 28ാമത് വാർഷികവും കലാപരിപാടികളും നടന്നു. വാർഡ് കൗൺസിലർ അനൂപ് ചീരംകുളത്തിന്റെ അധ്യക്ഷതയിൽ സാമൂഹ്യ പ്രവർത്തകനും നാട്ടുകാരനുമായ പനങ്ങാട്ട് അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ ക്ഷീര കർഷക വാർഡിനർഹയായ സുഹാസിനി സോമനെ ആദരിച്ചു. ALMSC അംഗം MK അജിതൻ, അങ്കണവാടി ടീച്ചർ ഷീജ കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളുമുണ്ടായി. പെരുവെയിലിൽ തളർന്ന് യാത്ര ചെയ്യുന്നവർക്ക് തണ്ണീർ പന്തലൊരുക്കി സംഭാരവും സർവത്തും വിതരണം ചെയ്യുകയാണ് തൊഴിയൂർ വാട്സപ്പ് കൂട്ടായ്മ. അഞ്ഞൂർ മുഖംമൂടിമുക്ക് സെന്ററിലാണ് സംഭാരവും നാരങ്ങ സർബത്ത് വിതരണവും നടക്കുന്നത്. തൊഴിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മകളുടെ കുട്ടിക്കാലം വാട്സപ്പ് കൂട്ടായ്മ 2024 ഇവിടെ സംഭാരം വിതരണം ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ചില സാങ്കേതിക കാരണങ്ങളാൽ വിതരണം മുടങ്ങി. ഇവരുടെ സഹകരണത്തോടുകൂടിയാണ് തൊഴിയൂർ കൂട്ടായ്മ ഇത് ഏറ്റെടുത്ത് വിതരണം ആരംഭിച്ചത്. മഴക്കാലം വരെ ശീതളപാനീയം വിതരണം ചെയ്യാനാണ് ഇവരുടെ ആഗ്രഹം. പ്രദേശത്തെ നിർമ്മാണ തൊഴിലാളികൾക്ക് സംഭാരം കുപ്പിയിലും നൽകുന്നുണ്ട്. ഇരുന്നു കുടിക്കുവാനുള്ള സൗകര്യവും കുടിച്ച ഗ്ലാസുകൾ അലക്ഷ്യമായി പൊതുവഴിയിലിടുന്നതിനു പകരം വേസ്റ്റ് ബിൻ സ്ഥാപിച്ച് അതിൽ നിക്ഷേപിക്കാനുള്ള നിർദ്ദേശവും ഇവർ നൽകുന്നുണ്ട്. 700 പേർക്ക് കുടിക്കുവാനുള്ള സംഭാരവും സർബത്തും ദിവസവും തയ്യാറാക്കുന്നുണ്ട്. കുന്നംകുളം ഗുരുവായൂർ റോഡുകൾ ചേരുന്ന ഭാഗമായതിനാൽ ഇരുവഴിയിലും സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാണ് കൂട്ടായ്മയുടെ സംഭാരം സർബത്ത് വിതരണം. നാട്ടുകാരും പ്രവാസികളുമാണ് ഓരോ ദിവസത്തേക്കുമുള്ള തുക സംഭാവന നൽകുന്നത്. 15 ദിവസത്തേക്കുള്ള സ്പോൺസർമാരെ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ബക്കർ, റഫീഖ്, NH ആഷിഫ്, CM അഷറഫ്, സിദ്ദിഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ശീതളപാനീയം വിതരണം ചെയ്യുന്നത്. കുനമുച്ചി ശ്രേയസ് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളുടെ ഭവനങ്ങളിൽ പക്ഷികൾക്കായി സ്ഥാപിക്കുന്ന പാനപാത്രങ്ങളുടെ സ്ഥാപനം നാടക സാംസ്കാരിക പ്രവർത്തകനായ ബിഞ്ചു ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കടുത്ത ചൂടിനെ അതിജീവിക്കാൻ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രായോഗിക രീതികളെ ഉദ്ഘാടകൻ പരിചയപ്പെടുത്തി. അധ്യാപകരായ PJ രാജു, TJ വിജു എന്നിവർ ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രഭാഷണം നടത്തി. ബിജോയ് PJ ജലസംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജ്വാല റോസ്, ഡാനി അഭിഷേക്, നോവിയ, എഡ്വിൻ, ലെവിൻ എന്നിവർ നേതൃത്വം നൽകി. കുനമുച്ചിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ശ്രേയസ്. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി വനിതാ വിഭാഗമായ ജനനിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്വരലയ നൃത്ത വിദ്യാലയത്തിന്റെ അവധിക്കാല കലാ സാംസ്കാരിക ക്ലാസുകൾ ആരംഭിച്ചു. ഗുരുവായൂർ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം ഹാളിൽ നടന്ന ചടങ്ങ് കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ കൃഷ്ണപ്രിയ, പ്രശസ്ത നർത്തകി RLV നവ്യ അനിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കലാക്ഷേത്ര പ്രിൻസിപ്പൽ മീര സുധൻ, നൃത്താധ്യാപകൻ പ്രകാശൻ ചൂണ്ടൽ, GNSS ജനറൽ സെക്രട്ടറി മധു K നായർ, ട്രഷറർ K മോഹനകൃഷ്ണൻ, KT ശിവരാമൻ നായർ, ശ്രീകുമാർ P നായർ, രാധ ശിവരാമൻ നായർ, സരസ്വതി വിജയൻ, ശ്രീധരൻ മാമ്പുഴ, ബീന രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂജിച്ച ലോക്കറ്റുകൾ വിഷു കൈനീട്ടമായി വിതരണം ചെയ്തു. ഗുരുവായൂർ DCCയുടെ 890ാമത് പരിപാടി വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാളിൽ നടക്കും. വടകര കാഴ്ച കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ആഹ്ലാദം എന്ന നാടകം അരങ്ങേറും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 13,975 രൂപ, പവന് 1,11,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനും അധ്യാപകനുമായ പയ്യൂർ കളരിക്കൽ ശങ്കരൻ പണിക്കർ മകൻ ഡോക്ടർ KS പീതാംബരൻ പണിക്കർ നിര്യാതനായി. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. സരസ്വതി ഭാര്യയും പ്രജീഷ്, പ്രദീപ, പ്രസിജ എന്നിവർ മക്കളുമാണ്. വേലൂർ ഒലക്കെങ്കിൽ പൊറിഞ്ചു മകൻ ജോണി നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9-ന് വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ലൂസി ഭാര്യയാണ്. ഷീന, ഷിജി, ഷിബു, ഷീബ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹം മെമ്പറും മുൻ തിരുവെങ്കിടാചലപതി ക്ഷേത്രസമിതി അംഗവുമായിരുന്ന മമ്മിയൂർ ബാനർജി നഗറിൽ തിരുശേഷ കൃപയിൽ വിശ്വനാഥ അയ്യർ ബാംഗ്ലൂരിൽ മകന്റെ വസതിയിൽ വെച്ച് നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ബാംഗ്ലൂരിൽ നടത്തി. തിരുവെങ്കിടം പുത്തൻമടത്തിൽ ജയലക്ഷ്മി ഭാര്യയാണ്. വൈദ്യ, വെങ്കിട്ടകൃഷ്ണൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ കേബിൾ TV വ്യവസായത്തിലും ഉണ്ടാകുന്നത് പ്രതീക്ഷയുടെ അടയാളമാണെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ. COA കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പുതിയ സംരംഭം CKM അസോസിയേറ്റ്സിന്റെ ഉദ്ഘാടനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് നിർവഹിച്ചു. കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അന്തിക്കാട് ആൽ കോൾ റോഡിന് കിഴക്ക് പൂക്കാട്ട് രാജൻ മകൻ 23 വയസ്സുള്ള കുഞ്ഞൻ എന്ന അശ്വിൻ, മണലൂർ പാലാഴി തയ്യിൽ ഷാജുവിന്റെ മകൻ 20 വയസ്സുള്ള വിഷ്ണു എന്നിവരാണ് മരിച്ചത്. എയ്യാൽ ശ്രീ കാർത്തിയേനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവം ഏപ്രിൽ 13 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. 19-ന് പൂരാഘോഷം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 26 ഗജവീരന്മാർ അണിനിരക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.